Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ദ ബാർ ഈസ് അനാലിറ്റിക് ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്യണം. എന്താണ് നമ്മുടെ കോഷി-റീമാൻ ഇക്വേഷൻസ്? കോഷി-റീമാൻ ഇക്വേഷൻസ് ആർ രണ്ട് കോഷി-റീമാൻ ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കോഷി-റീമാൻ ഇക്വേഷൻ അതാണ് ux is equal to vy. ഒന്നാമത്തെ കോഷി-റീമാൻ ഇക്വേഷൻ. രണ്ടാമത്തെ കോഷി-റീമാൻ ഇക്വേഷൻ അതാണ് uy is equal to minus vx. ഇത് രണ്ട് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ we can say that the function f of z is analytic. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് f of z is equal to z bar എന്നാണ്. z എന്ന് പറഞ്ഞാൽ എന്താണ്? z എന്ന് പറയുമ്പോൾ x plus iy ആണ്. അപ്പൊ z ബാർ സമയം എന്തായിരിക്കും? x minus iy. അതിന്റെ കോൺജുഗേറ്റ് ആണ്. f of z എന്താണ്? u plus iv. കമ്പയറിംഗ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ u സമയം നമുക്ക് എന്താ കിട്ടുന്നത്? x കിട്ടും. v സമയം എന്ത് കിട്ടും? നമുക്ക് മൈനസ് y കിട്ടും. അപ്പോ റിയൽ പാർട്ട് x u എടുത്തു, ഇമാജിനറി പാർട്ട് ഇവിടെ v, ഇവിടെ മൈനസ് y. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ എന്താണ്? ux is equal to 1. ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ എന്താ കിട്ടുന്നത്? uy is equal to 0. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ഇതുപോലെ ഇതിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ vx എന്താ കിട്ടുന്നത്? 0. vy y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? -1. അപ്പൊ vx equal to 0 കിട്ടി, vy is equal to -1 കിട്ടി, അതുപോലെ ux is equal to 1 കിട്ടി, uy equal to 0 കിട്ടി. ഇനി നമ്മുടെ കോഷി-റീമാൻ ഇക്വേഷൻ നോക്കാം. കോഷി-റീമാൻ ഇക്വേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? ux is equal to vy ആണ്. ഇവിടെ ux 1 ആണ്, vy എന്ന് പറയുന്നത് -1 ആണ്. therefore ux not equal to vy. ഈ കോഷി-റീമാൻ ഇക്വേഷൻ not satisfied. therefore കോഷി-റീമാൻ the function not satisfy the function not satisfy CR equation. Therefore, the function f of z equal to z bar. F of z equal to z bar is not analytic. Function not analytic. ഇതാണ് നമ്മുടെ റിസൾട്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ നോക്കണം. കോഷി-റീമാൻ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? രണ്ട് കോഷി-റീമാൻ ഇക്വേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ux is equal to vy. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മൂന്നാമത്തെ മോഡ്യൂളായ കോംപ്ലക്സ് ഡിഫറൻസിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കോഷി-റീമാൻ ഇക്വേഷൻസ്. ആ കോഷി-റീമാൻ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. ux is equal to vy ഒന്നാമത്തെ കോഷി-റീമാൻ ഇക്വേഷൻ. രണ്ടാമത്തെ കോഷി-റീമാൻ ഇക്വേഷൻ അതാണ് uy is equal to -vx. ഈ രണ്ട് കോഷി-റീമാൻ ഇക്വേഷൻസും ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? f of z equal to z bar. z എന്ന് പറഞ്ഞാൽ എന്താണ്? x plus iy ആണ്. അപ്പൊ z bar എന്തായിരിക്കും? x minus iy. അപ്പൊ നമുക്ക് u plus iv is equal to എന്ത് കിട്ടും? x minus iv കിട്ടും. ഇൻഡിക്കേറ്റിംഗ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് എന്താണ്? u equal to x. ഇമാജിനറി പാർട്ട് എന്താണ്? v equal to -y. അപ്പൊ u equal to x കിട്ടി, v equal to -y കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ u എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 കിട്ടും. ആ ഫംഗ്ഷനെ തന്നെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ആൻസർ 0 എന്ന് കിട്ടും. ഇതുപോലെ v എന്നുള്ളത് -v ആണ്. അതിനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -y കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയി പോകും. അതിന് y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 കിട്ടും. അപ്പൊ നമുക്ക് ux കിട്ടി, uy കിട്ടി, vx കിട്ടി, vy കിട്ടി. ഇനി നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് കോഷി-റീമാൻ ഇക്വേഷൻ അതാണ് ux is equal to vy. പക്ഷെ ഇവിടെ നമുക്ക് ux എത്രയാ കിട്ടിയത്? 1 കിട്ടി. vy എത്രയാ? -1 കിട്ടി. അപ്പൊ ux not equal to vy. therefore the function not satisfy കോഷി-റീമാൻ ഇക്വേഷൻ. നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? given function f of z is not analytic. ഇത് ഡിസംബർ 2023 ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്.
അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.